ഞങ്ങളുടെ ഒരു കുഞ്ഞു ക്രിസ്മസ് ഡേ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. പാതിര കുർബാനയും കഴിഞ്ഞു വന്ന് കുറച്ചുറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങ് പോന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയാണ് ഇന്നത്തെ ലഞ്ച്. കിട്ടിയ സമയം പാഴാക്കാതെ കുഞ്ഞിപ്പൊടികളെല്ലാം കൂടെ കളിച്ചു തകർക്കുകയാണ്. ഞങ്ങൾ ആ സമയത്ത് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എന്ത് സംസാരിച്ചു തുടങ്ങിയാലും പിന്നെ ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ തന്നെ ആയിരിക്കുമല്ലോ. പണ്ടത്തെ ഞായറാഴ്ചകളിൽ മാത്രം കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. തേക്കിലെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പോത്തിറച്ചിയും പിന്നെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വരുമ്പം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബീഫിന്റെ സ്മെല്ലും ഒക്കെ. അങ്ങനെ ഊണിന്റെ ടൈമായി. ഞങ്ങളുടെ കഴിവുകളെല്ലാം പുറത്തിറക്കി ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം ഞങ്ങൾ അങ്ങ് നിരത്തി. ഓരോ വീടുകളിലും ഓരോ രീതിയിലാവും ആഘോഷങ്ങൾ. നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തന്നിട്ടുള്ള പല ഫുഡ്സിൻ്റെയും ടേസ്റ്റാണ് നമ്മൾ ഇപ്പോഴും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ 9 to 5 ജോലി ചെയ്യുന്നവരെ പോലെ അല്ലല്ലോ ഞങ്ങൾ നേഴ്സുമാർ. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്ന് ഇതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാവണം കറിവേപ്പിലയും പച്ചമുളകും വരെ എഴുന്നേറ്റ് ഇരുന്ന് സല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി സെർവ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീല് ശരിക്കും അടിപൊളിയാണ്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഫുഡടി സ്റ്റാർട്ടായി. കളിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രം ഉള്ളവരെയാണ് നമ്മൾ ഈ കഴിക്കാനിരുത്തിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ല, എന്തൊക്കെയോ കഴിക്കുന്നു. ഒരു 5-10 വർഷം കഴിഞ്ഞ് ഈ വീഡിയോയുടെ ഗ്ലിംസസ് കാണുമ്പോൾ ഇവരെല്ലാം എത്ര വലുതായിട്ട് കാണും. ശരിക്കും എനിക്ക് ഇവരോടൊക്കെ അസൂയാണ്. ഒന്നിനെക്കുറിച്ചും കൂടുതൽ അറിയണ്ടാത്ത ഒരു ആകുലതകളും ഇല്ലാത്ത ഒരു പ്രായം. അങ്ങനെ ഒരു തരത്തിൽ അവരെ ഫുഡൊക്കെ കഴിപ്പിച്ച് ഞങ്ങൾ വലിയൊരു കളത്തിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല, ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാം റെഡി ടു ഈറ്റ് ആയിട്ട് അവൈലബിൾ ആവുന്ന ഈ കാലത്ത് ഹോംലി ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെ വലിയ കാര്യമല്ലേ. ഇനി അല്പം മധുരമാവാം. ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ അവരെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. കൂട്ടത്തിലെ വലിയ ചേട്ടായി ഓരോരുത്തർക്കും കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതും അവരത് കഴിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ക്രിസ്മസ് എന്നത് മറ്റെന്തിനേക്കാളും കൂടുതൽ നമ്മൾ ഫാമിലിയുമായി ഒരുമിച്ചിരിക്കുന്ന ടൈം തന്നെയാണ്. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഒരു കുറിയിടീൽ നടത്തി. കുഞ്ഞുങ്ങൾ ഗിഫ്റ്റൊക്കെ പരസ്പരം കൊടുത്തു. ആ കുഞ്ഞി കൈകൾ കൊണ്ട് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്നതും ഹഗ് ചെയ്യുന്നതും ഒക്കെ എന്തൊരു ക്യൂട്ടല്ലേ കാണാൻ തന്നെ. ശരിക്കും കുഞ്ഞുങ്ങളിലേക്ക് ക്രിസ്മസിന്റെ മെമ്മറി ഡ്രോപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഗിഫ്റ്റുകൾ തന്നെയാണ്. സാന്താക്ലോസ് കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും അവരെ നല്ല മനസ്സുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അവരും അങ്ങനെ പഠിക്കട്ടെ. ഗിഫ്റ്റ് കിട്ടിയവരെല്ലാം ഇനി അത് പൊട്ടിച്ച് നോക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇനിയുള്ള കുറച്ച് മൊമെന്റ്സ് ഞങ്ങളെല്ലാവരും പരസ്പരം ഹഗ് ചെയ്ത് മെറി ക്രിസ്മസ് പറഞ്ഞു. നമ്മുടെ ലൈഫിൽ എത്ര പേരോട് നമ്മൾ ഇങ്ങനെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എവിടെയായാലും, ഒറ്റയ്ക്കായാലും ഫാമിലിയോടൊപ്പം ആയാലും എല്ലാം ഈ ക്രിസ്മസ് സീസൺ നിങ്ങൾക്ക് ഒരുപാട് ഹോപ്പും ഹാപ്പിനെസ്സും ഒക്കെ കൊണ്ടുവരട്ടെ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി കാണാം.